ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? ഇപ്പോഴും പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സാധാരണമാണ്. എല്ലാവരും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെ കളയാം? ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചില വ്യക്തികളോടുള്ള ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മൾ പോലും മറക്കണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോത്തില്ലായിരിക്കും അല്ലേ? പക്ഷേ നമുക്കിത് മായ്ച്ചു കളയാൻ പറ്റും. എങ്ങനെയെന്നല്ലേ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പേപ്പറും പേനയും എടുക്കുക. ഈ ട്രിക്കിന്റെ പേരാണ് ക്ലെൻസിങ് ലെറ്റർ എന്ന് പറയുന്നത്. ക്ലെൻസിങ് ലെറ്റർ നമ്മൾ പ്രായോഗികമാക്കുന്നതെന്ന് വെച്ചാൽ പേപ്പറും പേനയും എടുത്തിട്ട് നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ട് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം, ആ വ്യക്തിയുടെ പേര് എഴുതി 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 നമ്മൾ ആ ഇൻസിഡൻറ്റ് എഴുതുമ്പോൾ ആ വ്യക്തിയുടെ പേര് എടുത്തെടുത്ത് എഴുതി വേണം എഴുതുക. അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ഇപ്പം നടന്ന ആ സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ നമ്മൾ അതേ ഫീലോട് കൂടി നമ്മൾ ആ ലെറ്ററിൽ നമ്മൾ എഴുതണം. ആ പേപ്പറിനകത്തോട് നമ്മൾ അതേ ഫീലോട് കൂടി എഴുതി, നമുക്ക് ചിലപ്പോൾ കരച്ചിൽ വരാം. നമുക്ക് ആ നടന്ന സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കരച്ചിൽ വന്നാൽ നമ്മൾ ആ ഫീലോട് കൂടി തന്നെ എഴുതി എഴുതി പിന്നെ നമ്മൾ വായിച്ച് നോക്കാൻ നിൽക്കരുത്. എഴുതി കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ മടക്കി അത് കൊണ്ടേ കത്തിച്ച് കളയണം. അതൊന്നെങ്കിൽ നമുക്ക് വീട്ടിൽ അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ കൊണ്ടേ കത്തിക്കാം, അതല്ലെങ്കിൽ ഒരു തീപ്പെട്ടി എടുത്ത് കത്തിച്ച് എവിടെയെങ്കിലും കത്തിച്ചാൽ കളഞ്ഞാലും മതി. അങ്ങനെ കത്തിച്ച് കളഞ്ഞു നോക്കും. നമ്മൾ പോലും അറിയാം, നമ്മളിത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പോലും അറിയാം നമ്മുടെ മനസ്സിൽ നിന്ന് ഈ സംഭവം പോകുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഡെയിലി നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ക്ലെൻസിങ് ലെറ്റർ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഈ ട്രോമാസ് ഒക്കെ കാരണം നമുക്ക് ചിലപ്പം ഭയങ്കര ഓവർ തിങ്കിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടേക്കാം. പല പല പ്രശ്നങ്ങൾ കാരണം നമ്മൾ പോലും അറിയാതെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ പോകുന്ന ചില ആൾക്കാരില്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് അഫർമേഷൻസ് പറയുന്നുണ്ട്. സ്ക്രീനിൽ ആ അഫർമേഷൻ കാണാൻ പറ്റും. ഈ രണ്ട് അഫർമേഷൻസും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എഴുതിയോ പറഞ്ഞോ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പോലും അറിയാതെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നത് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.